ഇന്ന് നമുക്ക് നാഞ്ചിനാട്ടിലെ വളരെ പുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രം കാണാം. ഇത് അളപ്പങ്കോട് ശ്രീ ഈശ്വരകാല ഭൂതത്താൻ ക്ഷേത്രം. പ്രതിഷ്ഠയിലും വഴിപാടുകളിലും തികച്ചും വ്യത്യസ്തമായ ഈ ക്ഷേത്രം ഏതൊരു യുക്തിവാദിയുടെയും ഹൃദയത്തെ ഒന്ന് ചഞ്ചലപ്പെടുത്തും. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന വിളവങ്കോട് താലൂക്കിലാണ് ഈ ക്ഷേത്രമുള്ളത്. ശ്രീകോവിലായി ഒരു വലിയ അരയാലാണ് ഇവിടെയുള്ളത്. അതിൻ്റെ ചുവട്ടിൽ മഹാദേവൻ്റെ മടിയിലിരിക്കുന്ന അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ അയ്യപ്പൻ അനുഗ്രഹം ചൊരിയുന്നത് അളപ്പങ്കോട്ട് അമ്മാവനായിട്ടാണ്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. പണ്ട് മാർത്താണ്ഡവർമ്മയെ ചെമ്പകശ്ശേരി നായർ തറവാട്ടുകാർ സഹായിച്ചതിൻ്റെ പ്രത്യുപകാരമായി മാർത്താണ്ഡവർമ്മ ആ തറവാട്ടിലെ കുറച്ചാളുകളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ താമസിക്കാൻ ക്ഷണിക്കുന്നു. അവിടേക്കുള്ള കാളവണ്ടി യാത്രയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയും അന്നേരം വിഷമിക്കേണ്ട, അമ്മാവൻ തുണയുണ്ട്, ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളുക എന്നൊരു അശരീരി കാരണവർ കേൾക്കുകയും ചെയ്തത്രേ. അന്ന് യാത്രാവിഘ്നങ്ങളൊക്കെ മാറി വീട്ടിൽ ചെന്ന കാരണവരുടെ സ്വപ്നത്തിലാണ് മഹാദേവനാണ് അമ്മാവനായിട്ട് കൂടെ വന്നത് എന്ന് സ്വപ്നദർശനമുണ്ടാകുന്നത്. അങ്ങനെ കുടുംബക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടെ അളപ്പങ്കോട്ട് അമ്മാവനെ അയ്യപ്പനായിട്ട് ആരാധിച്ചു പോരുകയാണ്. ഈ ക്ഷേത്രങ്ങളിലെ ചില വഴിപാടുകൾ വളരെ പ്രത്യേകതയുള്ളതാണ്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇത് പന്തിരി നാഴി, അതായത് 12 നാഴി പച്ചരി ചോറ് ഇവിടെ നേർച്ചയായിട്ട് സമർപ്പിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് അന്നദാനമായിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ പച്ചരി ചോറിൻ്റെ ഒപ്പം സാമ്പാറും ചമ്മന്തിയോ അച്ചാറോ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ഭക്തജനങ്ങൾക്ക് വിളമ്പുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. പഴക്കുലകളൊക്കെ നേർച്ചയായിട്ട് സമർപ്പിക്കാറുണ്ട്. പിന്നെ ഈ ക്ഷേത്രം കന്നുകാലികൾക്ക് പണ്ട് കാലം മുതൽ തന്നെ വളരെ പേരുകേട്ടൊരു ക്ഷേത്രമാണ്. വളർത്തുമൃഗങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ, അസുഖങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഇവിടെ ചരട് ജപിച്ച് പ്രാർത്ഥിച്ചാൽ അതൊക്കെ മാറിക്കിട്ടുമെന്നാണ് മറ്റൊരു വിശ്വാസം. ഇത് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് യക്ഷി അമ്മയ്ക്ക് കാണിക്കയായിട്ട് സമർപ്പിച്ചിരിക്കുന്ന തൊട്ടിലുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതും ഈ വഴിപാടും പണ്ടുകാലം മുതൽ തന്നെ ഇവിടെ നടത്തി വരുന്നുണ്ട്. ആശ്രയത്തിനായി യക്ഷിയമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തർ ഒരുപാട് പേരുണ്ട് ഇവിടെ. പിന്നീട് നാഗരുകോവിലാണ് നമ്മളിപ്പോൾ ചെല്ലുന്നത്. നാഗര് പ്രതിഷ്ഠയുണ്ട്, നാഗരൂട്ട് നടത്താറുണ്ട്. പിന്നീട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള വെടി വഴിപാടാണ്. അതിൻ്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഈ അണ്ടുകോട്, അളപ്പങ്കോട്, ഇടയ്ക്കോട്, മാലയ്ക്കോട്, മുഴുക്കോട്, ദേവികോട്, മരുതങ്കോട്, പനിച്ചമൂട്, മഞ്ഞാലിമൂട്, കന്നാമൂട് നിവാസികൾക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ ആയാൽ അളപ്പങ്കോട്ട് അമ്മാവനൊരു വെടി വഴിപാട് കഴിച്ചാൽ ആ സാധനങ്ങളൊക്കെ തിരിച്ച്